വേൾഡ് ബോക്സ് ഓഫീസിൽ മൂന്നാമൻ എമ്പുരാൻ തരംഗം. ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുന്ന കാര്യം പ്രത്യേകം പരിഗണിക്കണം. വേൾഡ് ബോക്സ് ഓഫീസിൽ മൂന്നാമൻ എമ്പുരാൻ തരംഗം. എമ്പുരാൻ തരംഗം സൃഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 6 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. വെറും 5 ദിനങ്ങൾ കൊണ്ട് ചിത്രം 200 കോടി ക്ലബിൽ എത്തിയ വിവരമൊക്കെ എല്ലാവരും അറിഞ്ഞു. മാത്രമല്ല, പൊളിറ്റിക്കലി വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും ശേഷം ചിത്രം പുതിയ രീതിയിൽ ഇന്നു മുതൽ പ്രദർശനവും തുടങ്ങി. ഏകദേശം 10-24 ഭാഗത്ത് കട്ട് ചെയ്ത ആ ഒരു പുതിയ രീതിയിലുള്ള എമ്പുരാൻ ഇപ്പോൾ പ്രദർശനം തുടങ്ങിക്കഴിഞ്ഞു. വേൾഡ് ബോക്സ് ഓഫീസിൽ ഇതിനോടകം തന്നെ മൂന്നാമൻ എന്നുള്ള സ്ഥാനം ചിത്രം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ചിത്രത്തിന് 210-ലധികം കോടിയുടെ കളക്ഷനാണെന്നാണ് റിപ്പോർട്ടുകൾ. 2025 ഇന്ത്യയിലെ ആദ്യ ആഴ്ച ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് സിനിമ എന്നുള്ള ഖ്യാതി കൂടി എമ്പുരാൻ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. തൊട്ട് മുമ്പ് ഉള്ള ഒരു സിനിമ നമ്മുടെ എല്ലാവരുടെയും വലിയ പ്രതീക്ഷകളോട് കാത്തിരുന്ന ഗെയിം ചേഞ്ചർ എന്ന സിനിമയാണ്. ഗെയിം ചേഞ്ചറിന് അധികം കളക്ഷൻ ഉള്ളതുകൊണ്ട് 87 ആണ് അവരുടെ ആദ്യ ദിനത്തിന്റെ കളക്ഷൻ. എന്നാൽ ആദ്യ ദിനത്തിന്റെ ഓപ്പണിംഗ് നോക്കുമ്പോൾ ചിത്രത്തിന് 2ാം സ്ഥാനത്ത് നിൽക്കാനുള്ള അവസ്ഥയാണുള്ളത്. എന്നാൽ അതിനും വളരെ പ്രത്യേകതയുള്ള മറ്റൊരു കാര്യം, ആദ്യ ആഴ്ചയിലെ ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ഉള്ള സിനിമയായി ഇതിനോടകം തന്നെ എമ്പുരാൻ മാറി എന്നുള്ളതാണ്. നമ്പർ 1 എന്ന് തന്നെ പറയാം. വിക്കി കൗശൽ ചിത്രം ചാവയെ പിന്തള്ളിയാണ് എമ്പുരാൻ ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ചിത്രം മൂന്നാമതാണ്. ഏകദേശം $19 മില്യൺ സിനിമയുടെ ആഗോളതലത്തിലുള്ള കളക്ഷൻ എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയത്. വേൾഡ് ലെവലിലുള്ള കളക്ഷൻ നിന്ന് നമുക്ക് ഇതുവരെ 210 കോടിയോളം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആഗോള കളക്ഷനിൽ ഡിസ്നിയുടെ സ്നോ വൈറ്റ്, ജേസൺ സ്റ്റാന്തത്തിന്റെ വർക്കിംഗ് മാൻ എന്നീ സിനിമകൾക്ക് തൊട്ടു പുറകിലാണ് എമ്പുരാൻ എന്ന മലയാള ചിത്രമുള്ളത് എന്നുള്ളത് വലിയൊരു അഭിമാനകരമായ നേട്ടം തന്നെയാണ്. റീസെൻസറിംഗ് വിവാദം വന്നതോടെ കേരളത്തിലും സിനിമയ്ക്ക് ടിക്കറ്റ് ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. അവധി ദിവസമായ ഞായറും തിങ്കളും വെളുപ്പിന് 4 മണി മുതൽ സിനിമയുടെ പ്രദർശനം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തൃശൂർ രാഗത്തിൽ 31-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒരു ഷോ ഉണ്ടായിരുന്നു. അതും ഏർലി മോർണിംഗ്. അത് വലിയൊരു ചരിത്ര സംഭവം തന്നെയാണ്. ഞായറാഴ്ച മാത്രം 10 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ വലിയൊരു നേട്ടമാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. റിലീസ് ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ നിന്ന് ലഭിച്ചത് 14 കോടിയായിരുന്നു. അതൊരു റെക്കോർഡാണ്. 3-ാം ദിവസം 9.2 കോടി, 2-ാം ദിവസം 8.45 കോടി, 4-ാം ദിനം 11 കോടി. അതാണ് ഈ ചിത്രത്തിന് വലിയൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. വിവാദങ്ങൾ ചിത്രത്തിന് വലിയ നേട്ടമായി എന്ന് നമുക്ക് കരുതണം. 5-ാം ദിനം ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി എന്നുള്ള ആ ഒരു മാർജിൻ പിന്തുണയ്ക്കുന്ന വിവരമാണ് അറിയുന്നത്. ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് കിട്ടുന്നത്. ആടുജീവിതം, ആവേശം എന്നീ സിനിമകളെ പിന്തള്ളി മലയാളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ ലഭിക്കുന്ന സിനിമയുടെ പട്ടികയിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്താണ് എമ്പുരാനുള്ളത്. അതും വലിയൊരു റെക്കോർഡാണ്. അധികം താമസിയാതെ തന്നെ 1-ാം സ്ഥാനത്തേക്ക് ചിത്രം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് എമ്പുരാൻ ഇതുവരെ നേടിയത് 85 കോടിയിലേറെ രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ വേൾഡ് ബോക്സ് ഓഫീസിലെ നേട്ടം എന്നതിനേക്കാൾ അപ്പുറം വലിയൊരു നേട്ടം, വലിയൊരു ഹിറ്റ്, ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് തന്നെ ഇന്ത്യക്ക് പുറത്ത് നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് നേടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് കിട്ടുന്നത്. മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് ലഭ്യമാകുന്നത്. വിവാദം പുകയുമ്പോഴും വിജയകരമായ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ എന്ന ചിത്രം. 48 മണിക്കൂറിനുള്ളിൽ തന്നെ ചിത്രം 100 കോടി ക്ലബിൽ കയറിയത് വലിയൊരു നേട്ടം തന്നെയായിരുന്നു. മാർച്ച് 27 രാവിലെ 6 മണി മുതലാണ് എമ്പുരാന്റെ പ്രദർശനം ആരംഭിച്ചത്. അന്നു മുതൽ കേരളത്തിലെ തിയേറ്ററുകൾക്ക് വലിയൊരു ഉണർവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ചിത്രത്തിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യക്തികൾ ഈ സിനിമയെ പിന്താങ്ങിക്കൊണ്ടും അഭിവാദങ്ങൾ പ്രതികരിച്ചുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടും എത്തുന്ന കാഴ്ചയും കൂടി നമ്മൾ കാണുന്നു. ഇനിയും ചിത്രം നേട്ടമുണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.